സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ടു ഫിനാലെ നൂറയങ്ങ് തൂക്കിയെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇന്നത്തോടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളെല്ലാം തീരുകയാണ്. 7 ടാസ്കുകൾ കഴിഞ്ഞപ്പോൾ നൂറയാണ് 49 പോയിന്റ്സുമായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. തൊട്ടുപുറയിൽ നിൽക്കുന്ന ആര്യനാണെന്നുണ്ടെങ്കിൽ 43 പോയിന്റ്സേ ഉള്ളൂ. 7ാമത്തെ ടാസ്കിൽ നൂറ വിജയിച്ചത് കൊണ്ട് തന്നെ ആര്യന് പോയിന്റ്സ് കുറയുകയും ചെയ്തതുകൊണ്ട് അവർ തമ്മിലുള്ള പോയിന്റ്സ് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇനി 8ാമത്തെ ടാസ്ക് ലൈവിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനി 8ാമത്തെ ടാസ്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നൂറ തന്നെ ആയിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറൊന്നുമല്ല, ഇവർ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം എന്ന് പറയുന്നത് 6 പോയിന്റ്സ് ആണ്. ആര്യന് 43 പോയിന്റ്സും അതുപോലെ തന്നെ നൂറയ്ക്ക് 49 പോയിന്റ്സുമാണ്. സോ ഇനി വരുന്ന ടാസ്കിൽ ആര്യൻ വിജയിക്കുകയും ആര്യൻ 8 പോയിന്റ്സുമായിട്ട് ആര്യൻ വിജയിക്കുകയും നൂറ 1-2 പോയിന്റ്സിൽ ഒതുങ്ങിയാൽ മാത്രമാണ് നൂറയെ കവർ ചെയ്ത് ആര്യൻ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നൂറയ്ക്ക് ഒരു 3 പോയിന്റ്സ് നേടിയാൽ നൂറ ഈ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് കഴിഞ്ഞു. ആര്യൻ വിജയിച്ചാലും ഇല്ലെങ്കിലും നൂറയ്ക്ക് ജസ്റ്റ് 3 പോയിന്റ്സ് നേടിക്കഴിഞ്ഞാൽ ആര്യനേക്കാളും കൂടുതൽ പോയിന്റ്സ് നേടാൻ സാധിക്കും. കാരണം 49 പോയിന്റ്സ് ഉള്ള നൂറയ്ക്ക് 3 പോയിന്റ്സും കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 52 പോയിന്റ്സ് ആകുകയും 43 പോയിന്റ്സ് ഉള്ള ആര്യന് 8 പോയിന്റ്സുമായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ 51 പോയിന്റ്സേ ആകത്തുള്ളൂ. സോ അനുമോളും ആദിലയും നൂറയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു 3 പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അനുമോളും അതുപോലെ തന്നെ ആദിലയും കുറച്ച് കഴിയുമ്പോൾ 8ാമത്തെ ടാസ്കിൽ ഗീവ് അപ്പ് ചെയ്താൽ പോലും നൂറ ഈസി ആയിട്ട് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വിജയിക്കും. സോ നമുക്ക് കൂടുതൽ ടാസ്കുകളിലേക്കോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നുമല്ല. ഇതുവരെയുള്ള മത്സരങ്ങളുടെ പോയിന്റ്സ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഉള്ള ഒരു വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. എന്താണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക. ആര്യനെ സംബന്ധിച്ചൊരു വൻ തിരിച്ചടി തന്നെയാണ്. കാരണം ടാസ്ക് മാസ്റ്റർ, ടാസ്ക് ബീസ്റ്റ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആര്യനെ സംബന്ധിച്ച് കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വന്നതോടുകൂടി ടിക്കറ്റ് ടു ഫിനാലയിൽ മിക്ക ടാസ്കുകളിലും വിജയിക്കാൻ പറ്റാതെ പോയ ആര്യനെ പിന്നിലാക്കിക്കൊണ്ടാണ് നൂറ ഒരു മാസ് തിരിച്ചുവരവ് തന്നെ ടിക്കറ്റ് ടു ഫിനാലയിൽ നടത്തിയിരിക്കുന്നത്. വളരെ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് തന്നെയാണ് നൂറ ഓരോ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ വിജയിക്കും, അല്ല 2-3 സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടൊരു എബോവ് ആവറേജ് പോയിന്റ്സുകൾ നേടിക്കൊണ്ട് തന്നെയായിരുന്നു നൂറ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. എനിവേസ്, നമുക്ക് ലാസ്റ്റ് ടാസ്ക് നമുക്ക് നോക്കാം. അതിന്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സീസൺ 5 ഉണ്ടായിരുന്ന ആ ഒരു കാറിനുള്ളിൽ ഇരുന്ന ഉല്ലാസയാത്ര എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഈ ഒരു സീസണിലും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടാസ്കും കൂടെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 8ാമത്തെ ടാസ്കും കൂടെ കഴിയുമ്പോൾ ഒരു ഫൈനൽ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യാൻ പോകുന്നത് നൂറ എന്ന് തന്നെയാണെന്ന് നമുക്ക് ഒരു പരിധി വരെ ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ ടോപ്പ് 5ലേക്ക് നൂറ കടക്കുകയും അതിലേക്ക് കൂടി ടോപ്പ് 5ലേക്ക് എത്തിക്കാനുള്ള സകല പോസിബിലിറ്റീസും തുറന്നു കിട്ടുകയാണ് ഇതോടുകൂടി തന്നെ. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.